ഉത്തരവാദിത്വവും ബോധവും ഇവന്റെ അടുത്തൂടെ പോയിട്ടില്ല. ചായ കുടിക്കും. മോൻ്റെ പ്രായമൊക്കെ എനിക്ക് മനസ്സിലാവും. എന്നാലും നമ്മളെ അവസ്ഥ ആലോചിക്കണ്ടേ, സാഹചര്യം മനസ്സിലാക്കണ്ടേ. മോനെ കുറ്റപ്പെടുത്തിയതല്ല, സാധാരണ ഒരു ഗവൺമെൻറ് ജോലി കിട്ടാനുള്ള പാട് മോനറിയാലോ. എത്രയോ വർഷങ്ങൾ കഷ്ടപ്പെട്ട് പഠിച്ച് റാങ്ക് ലിസ്റ്റ് കയറി പ്രതീക്ഷയോടെ നിൽക്കുന്ന എത്ര മനുഷ്യരെ നമുക്ക് ചുറ്റുമുണ്ടെന്നറിയോ. ഇതിപ്പോൾ നിർഭാഗ്യം കൊണ്ട് നമുക്കൊരവസരം വന്നു. മോൻ്റെ അച്ഛൻ സർവീസിലിരിക്കുമ്പോൾ മരണപ്പെട്ടു. ശരി, നമുക്ക് മുമ്പോട്ട് ജീവിക്കണ്ടേ? അച്ഛൻ്റെ ജോലി ഏറ്റെടുക്കുക, അമ്മയും പെങ്ങളെയും നോക്കുക. മോൻ്റെ ജീവിതം ഒരു കരക്കത്തില്ലേ? അവൻ ഈ ജോലി ഏറ്റെടുക്കാതിരിക്കാൻ എന്നോട് പറഞ്ഞ ന്യായം എന്താണെന്നറിയോ സാറിന്? അവന് പോലീസ് ജോലി പേടിയാണ്. ഇതിനൊക്കെ ഞാൻ എന്ത് മറുപടിയാ സാറേ പറയാ? മോൻ്റെ അച്ഛൻ്റെ കൂടെ 10 വർഷം പണിയെടുത്ത ആളാണ് ഞാൻ. പുള്ളി എന്നും പറയും മക്കളുടെ കാര്യം. നിന്നെ ഒരു SI ആക്കണമെന്നായിരുന്നു പുള്ളിയുടെ മനസ്സിലുണ്ടായിരുന്നത്. മാതാപിതാക്കളുടെ ആഗ്രഹം പോലെ ജീവിക്കണമെന്നല്ല, പക്ഷേ സാഹചര്യത്തിനൊത്ത് ജീവിക്കാൻ പഠിക്കണം. ഇതെന്നെ മോനായിട്ട് വൈകിപ്പിച്ച് ഈ ഒരു അവസ്ഥ കൊണ്ടെത്തിച്ചില്ലേ? ഇവൻ്റെ പ്രായം വെച്ച് ഫോഴ്സ് തന്നെ കിട്ടിയാൽ ഫിസിക്കൽ മാത്രം നോക്കിയാൽ മതിയായിരുന്നല്ലോ. സർവീസിലിരിക്കെ മരണപ്പെട്ട 2 വർഷത്തിനകം ജോലിക്ക് കയറണമെന്ന സർവീസ് ചട്ടം. ഇതിപ്പോൾ വൈകിപ്പോയ സ്ഥിതിക്ക് നടക്കുമെന്നറിയത്തില്ല. ഇനിയിപ്പോൾ എന്താ വേണ്ടേ? എന്തേലും ചെയ്തുകൊണ്ട് കാര്യമുണ്ടോ സാറേ? വളച്ചു കെട്ടുന്നില്ല. പാർട്ടിക്കാർ വിചാരിച്ചാൽ ചിലപ്പോൾ ഇത് നടക്കും. കാര്യമാണ്, പാർട്ടി വിചാരിച്ചാൽ സർക്കാർ വിചാരിക്കും. കേരള പോലീസിൻ്റെ കാര്യം തീരുമാനിക്കുന്നത് DGP IG ഒന്നല്ല, അസോസിയേഷൻ നേതാക്കളും ഇവിടുത്തെ പാർട്ടി നേതാക്കളുമാണ്. പാർട്ടി സെൻറ്ററിൽ നിന്ന് വിചാരിച്ചാൽ ഏത് ഫയലും നീങ്ങും. കറുത്തവും വെളുക്കും, വെളുത്തവും കറക്കും. പരീക്ഷ എഴുതാത്തവന് റാങ്കും കിട്ടും. പക്ഷെ വിചാരിക്കണം, പാർട്ടി അനുഭാവികൾ ഫോഴ്സിലുണ്ടാവേണ്ടത് അവരുടെ ആവശ്യമാണ്. മല്ലികയുടെ വല്യം വെച്ച് പണ്ട് പുന്നപ്ര സമരത്തിൽ പങ്കെടുത്തൊക്കെ അല്ലേ? ഇന്ന് അതിൽ കാര്യമൊന്നുമില്ല. എന്നാൽ ഇതൊക്കെ പറഞ്ഞ് കാണേണ്ടവരൊക്കെ കാണുക, ഭാഗ്യമുണ്ടേ നടക്കും. അമ്മ കഴിക്കുന്നില്ലേ? അമ്മ മാറിക്കും. അമ്മ നിക്ക്, ഞാനൊന്ന് പറയട്ടെ. എനിക്കൊന്നും കേക്കണ്ട. നീ പറയാൻ പോകുന്നത് എന്താന്ന് എനിക്കറിയാം. അത് ഞാൻ കുറെ കേട്ടതാണല്ലോ. എടാ, അവനവനോട് ആത്മാർത്ഥത കാണിക്കാത്തവര് മറ്റുള്ളവരോട് അതെങ്ങനെ കാണിക്കാനാ? ജീവിതത്തെ എങ്ങനെ നേരിടാനാ? അപ്പൊ എന്തോ ചെയ്യും? പേടിയാണ്, കഴിയില്ല, ഇഷ്ടമല്ല, അങ്ങനെ ഒരു 100 എക്സ്ക്യൂസസ് പറയും. പിന്നെ ഈ കാര്യം ഇനി നടക്കുമെന്നൊന്നും എനിക്കറിയത്തില്ല. പക്ഷേ എന്നെക്കൊണ്ടാവും വിധം ഞാൻ അതിന് ശ്രമിക്കും. അപർണയ്ക്ക് 18 വയസ്സായല്ലോ. ജോലി നമുക്ക് അവക്ക് കൊടുക്കാം. ഒന്നുമില്ലേലും നിന്നെക്കാളും ധൈര്യവും ബോധവും അവക്കുണ്ട്. ഒരു കാര്യം എൻ്റെ മോനെ ഓർത്തോ, ജീവിതം നമ്മൾ ഇഷ്ടപ്പെടുന്നത് പോലെ നമ്മുടെ മുന്നിൽ വന്ന് നിൽക്കത്തില്ല. വീഴും തോറും കയറിയേ പറ്റത്തുള്ളൂ. ഉള്ള ബീഫ് ഫെസ്റ്റും ഫുഡ് ഫെസ്റ്റും ഒക്കെ നടത്തി ഇപ്പോൾ ബീഫ് ഇല്ലാണ്ട് ഒരു നേരം പോലും കഴിക്കാൻ പറ്റാത്ത അവസ്ഥയാണ്.
അയ്യപ്പദാസ് അല്ലേ? ആ കേട്ടോ സഖാവ് അയ്യപ്പ? സഖാവ് അയ്യപ്പൻ, സഖാവ് ദാസ്, നമുക്കത് പിടിക്കാം. അല്ല, നമ്മുടെ ഒരു ലൈൻ അത് മതി. അയ്യപ്പൻ നമുക്ക് വേണ്ട. അപ്പം നദീറേ, നീ പറഞ്ഞ കാര്യം ഇത്തിരി പ്രശ്നമാണ്. പ്രശ്നമെന്ന് പറഞ്ഞാൽ നടക്കില്ല എന്നുള്ളതല്ല, പക്ഷെ ഉറപ്പ് പറയാൻ പറ്റത്തില്ല. സഖാവ് ഇവൻ എൻ്റെ കൂടെ പഠിച്ചതാണ്. മാത്രമല്ല പാർട്ടി അനുഭാവിത്തുള്ള കുടുംബമാണ്. പക്ഷേ ഇപ്പം സ്ഥിതി കുറച്ച് കഷ്ടത്തിലാണ്. ഇതൊരു കച്ചിത്തുരുമ്പാണ്. എന്ന് പറഞ്ഞാൽ എങ്ങനെ? ചെയ്യേണ്ട കാര്യങ്ങൾ അതാത് സമയത്ത് ചെയ്യണ്ടേ? ഇത് കാലാവധി കഴിഞ്ഞ കേസല്ലേ? PSC ലിസ്റ്റ് കയറിയ കുറയണേ എന്നും സമരവും കണ്ണീരോട്ട് നടക്കുക. വഴിവിട്ടെന്തെങ്കിലും കാണിച്ചാലേ പണിയാകും. നേരായ മാർഗത്തിലൂടെ എന്തായാലും നടക്കത്തില്ല. പിന്നെ ആഭ്യന്തരത്തിൽ കളിക്കണമെങ്കിൽ ജില്ലാ സെക്രട്ടറി വിചാരിക്കണം. എന്ത് ചെയ്യും? മതിരെ, ദാ ഇത് കൊടുത്തു. വേണ്ട, ഞാൻ കൊടുത്തോളാം. വേണ്ട വേണ്ട, ഇതങ്ങോട്ട് വിട്. നീ ചെല്ലേ. അതെ, ഈ പാവങ്ങളുടെ പാർട്ടി എന്നൊക്കെ പറഞ്ഞാലും ഞങ്ങൾക്ക് ആവശ്യം തട്ടുകട നടത്തുന്നവനെയോ ഫുട്പാത്ത് കച്ചവടം ചെയ്യുന്നവനെയോ ഒന്നുമല്ല. മിഡിൽ ക്ലാസ് സർക്കാർ ഉദ്യോഗസ്ഥർ. ഫോഴ്സിലാണെങ്കിൽ താല്പര്യം കൂടും. എനിക്ക് നിന്റെ കാര്യത്തിൽ താല്പര്യമൊക്കെ ഉണ്ട്. അതെന്താന്ന് വെച്ചാൽ ഞാനും ഒരു ഈഴവനാണ്. നമ്മുടെ സമുദായം ഗുണം പിടിച്ച് കാണാൻ എനിക്കും ആഗ്രഹമുണ്ട്. പിന്നെ ഞങ്ങൾ ഈ കമ്മ്യൂണിസ്റ്റുകാർ അംബേദ്കർ അംഗീകരിക്കാത്തതുകൊണ്ട് ജാതിയൊക്കെ പച്ചയ്ക്ക് പറയും. പിന്നെ ഓർത്തോ, ഈ പാർട്ടി ഒരാളുടെ ജീവിതത്തിൽ ഇടപെട്ട് കഴിഞ്ഞാൽ പിന്നെ അവൻ്റെ ജീവിതം അവന് മാത്രം നിയന്ത്രിക്കാൻ പറ്റില്ല. അതിനൊരവകാശം ഉണ്ടാവും. അതായത് നഷ്ടക്കളിക്ക് ഞങ്ങൾ നിൽക്കാറില്ലെന്ന സാരം. എന്താ ഉറപ്പിക്കാവോ? വാ. എന്താടാ ഇരിക്കടാ. എന്തായി പോയ കാര്യം? പോയ കാര്യം സംഭവമൊക്കെയാടാ. അഭയൻ സഖാവ് പറഞ്ഞതാ. അത് നന്നായി. മാത്രമല്ല ജില്ലാ സെക്രട്ടറി ഇടപെട്ട കാര്യം നടക്കും. പാർട്ടിക്കാരിടപെട്ട ഇതൊക്കെ എത്ര വേഗം നടക്കുമല്ലേ? ഓ, സമ്മതിക്കണം. മോനെ ലിജു, നീ പാർട്ടിയെ തൊട്ട് കളിക്കണ്ട. ഇവിടെ ഞങ്ങൾ വിചാരിച്ച എന്തും നടക്കും. കാരണം ഭരിക്കുന്നത് ഞങ്ങളാ. പിന്നെ ഇവൻ നീ ഫോഴ്സിൽ കയറിയിരിക്കും. എൻ്റെ പൊന്ന് നദീറേ, പോലീസ് എന്നൊക്കെ പറഞ്ഞ ഇവനെ കൊണ്ട് കൂട്ടിയാൽ കൂടുവോ? ഓ, വെറുതെ ഡാർക്ക് അടിക്കല്ലേ. എടാ, സംഭവം നല്ല പരിപാടിയാണ്. പിന്നെ അവസാന തീരുമാനം അത് നിന്നെയാണ്. നല്ലോണം ആലോചിച്ചിട്ട് മതി. അമ്മേനെ സങ്കടപ്പെടുത്താൻ പറ്റില്ല. പോലീസ് എങ്കിൽ പോലീസ് വരുന്ന പോലെ വരട്ടളയാ. സാർ ഓക്കെയാണ്. ഇതിലാ മറ്റേ വെബ് സീരീസ് ഒക്കെ കിട്ടുമോ? കിട്ടും സാർ, നെറ്റ് കണക്ട് ചെയ്തിട്ടുണ്ട്. ആമസോൺ പ്രൈമും നെറ്റ്ഫ്ലിക്സും ഒക്കെ ഇതിനകത്ത് കിട്ടും. എനിക്ക് ആ മണി ഈസ്റ്റ് ഒന്ന് കാണണം. അതൊന്ന് സെറ്റ് ചെയ്തേക്ക്. ഓക്കെ സാർ. ഈ എന്റർടൈൻമെന്റ് സെക്ടർ മുഴുവൻ അമേരിക്കൻ കുത്തക മുതലാളിത്വ ബൂർഷ്വാസികളുടെ കയ്യിലാണല്ലോ. പക്ഷേ എനിക്കിത് കാണാതിരിക്കാനും പറ്റുന്നില്ല. ശരി, നമ്മൾ പറഞ്ഞു വന്നത് ആശ്രിത നിയമനം വഴി ജോലി കിട്ടുമെന്നുണ്ടായിരുന്നിട്ടും നീ എന്താ ഇതിനെ വെച്ച് താമസിപ്പിച്ചത്? ഇവന്റെ ഡോക്യുമെന്റ്സ് അസോസിയേഷൻ ഓഫീസിലെ ബിജുവിനെ ഏൽപ്പിച്ചേക്ക്. ഞാൻ വിളിച്ചു പറഞ്ഞോളാം. ഈ പാർട്ടി എന്നും സാധാരണക്കാരന്റെ പാർട്ടിയാണ്. അവന്റെ ഏത് പ്രശ്നങ്ങൾക്കും ഉത്തരം നൽകുന്ന പാർട്ടി. എന്നാ ഒരുങ്ങിക്കോ, നമുക്കിത് ശരിയാക്കാം. എന്നാ ചെല്ലു ദാസേ.
അമേൻ, ഞാൻ മാനേജ് ചെയ്തോളാം. ഞാൻ ഓഫീസ് തന്നെ ഉണ്ട്. ഓക്കെ സാർ, താങ്ക് യു. അയ്യപ്പദാസ് സർ, നീ ഏതെങ്കിലും പൊളിറ്റിക്കൽ റെക്കമെൻഡേഷന് പുറത്താണോ കോഴ്സിൽ കയറിയത്? അതെ സർ. ആ അത് ശരി. അങ്ങനെയാണെങ്കിൽ അതിന് പ്രത്യുപകാരം ചെയ്യാനുള്ള സമയമായി നിനക്ക്. ഇതാ നാളെ ക്യാമ്പിൽ നിന്ന് റിലീവ് ചെയ്യാം. നാളെ കഴിഞ്ഞ് SP ഓഫീസിൽ ഹാജരാവണം. ഓക്കെ സർ. ഞാനേ വിളിക്കാം. എന്താടാ? ചെല്ലു. നീ വന്നേ. ആ നീ ഇവിടെ ഉണ്ടായിരുന്നോ? എന്താടാ? എന്താ? ഇവൻ ആലപ്പുഴ SP ഓഫീസിൽ നിന്ന് വരുന്ന വഴിയെ ഒരു ഉഗ്രം പണി കിട്ടിയിട്ടുണ്ട്. എടാ, എന്നെ ആ ക്യാമ്പിൽ നിന്ന് മാറ്റാൻ പോവാ. പകരൊരു സ്പെഷ്യൽ ഡ്യൂട്ടിയിലേക്ക് പോസ്റ്റ് ചെയ്യുക. അതും SP യുടെ അണ്ടറിൽ. എന്ത് ഡ്യൂട്ടി? ഗവൺമെൻറ് ഡ്യൂട്ടി. അല്ല, അതിനിപ്പോൾ എന്താ പ്രശ്നം? എടാ, ഡ്യൂട്ടി പ്രശ്നമല്ല, അത് ആർക്കാന്നുള്ളതാണ് പ്രശ്നം. തെളിച്ചു പറയടാ. എടാ, ഡ്യൂട്ടി ഫോഴ്സിലല്ല, വെളിയില. ഒരു പൊളിറ്റിക്കൽ ലീഡറിനാ പോലും സ്പെഷ്യൽ പ്രൊട്ടക്ഷൻ കൊടുക്കേണ്ടത്. അതിവനെ കൊണ്ട് താങ്ങത്തില്ലടാ. നീ ആളാരാന്ന് പറ. പന്ന്യന്നൂർ മൂന്തൻ. സംഭവം സത്യമാണ്. പുതിയ ഇൻ്റലിജൻസ് റിപ്പോർട്ട് പ്രകാരം സഖാവിൻ്റെ ജീവന് ഭീഷണി ഉണ്ടെന്നും സുരക്ഷ ഉറപ്പാക്കണമെന്നൊക്കെയാണ് ന്യൂസിൽ കണ്ടത്. പക്ഷെ നിന്റെ തലയിലാകുന്നു സ്വപ്നത്തിൽ പോലും ഞാൻ കരുതിയില്ലടാ. എടാ, ഇയാളെത്ര പ്രശ്നമാണോ? ആ ബെസ്റ്റ്. നീ പിന്നെ ന്യൂസ് കാണലും പത്രം വായനയൊന്നും ഇല്ലല്ലോ. നദീരെ ഒന്ന് പറഞ്ഞോട് അങ്ങനെ ആരാണെന്ന്. സുരക്ഷയ്ക്ക് പോകുന്നവൻ്റെ ജീവൻ തന്നെ പോകുന്ന ഏർപ്പാടാ. വേറെ ആര് പോകാനാ? അല്ലെങ്കിൽ തന്നെ എവിടാ? കണ്ണൂര്. ജീവന് കൊതിയുള്ളവർ പോവോ? സാധാരണ സ്റ്റേഷനുള്ളവരെയോ യൂണിയനുള്ള പോലീസുകാരെയോ ഒക്കെയും ഇങ്ങനെ ഗവൺമെൻറ്റായിട്ട് എടുക്കും. ക്യാമ്പിൽ നിന്നൊക്കെ വളരെ റെയറായിട്ട് എടുക്കുകയുള്ളൂ, അതും ജില്ലയ്ക്ക് പുറത്തുനിന്ന്. ആ അപ്പം കറക്റ്റാ. നീ ജോലിയെന്നും പറഞ്ഞ് ഓടി ചെന്നപ്പോൾ തന്നെ അവന്മാരെടുത്തു തന്നതേ നല്ല മുട്ടൻ കണി റെഡിയാക്കി വെച്ചോണ്ട് തന്നെയാ. നല്ല ബെസ്റ്റ് പാർട്ടി അളിയാ. പാർട്ടിയുടെ കുരുവൊക്കെ പിന്നെ പൊട്ടിക്കുക. അളിയാ, നിനക്ക് ഇവനെ രക്ഷപ്പെടുത്താൻ പറ്റുമോ? എടാ, തൊട്ടപ്പുറത്ത് പുന്നപ്ര സ്മാരകമില്ലേ? അതാരുടെയാന്നോ എന്തിനാന്നോ പോലും അറിയാത്തവനാണ് ഇവൻ. ഇവനെ പോലെ ഒരുത്തനെ പിടിച്ച് ഇത്രയും വലിയൊരു പാർട്ടിക്കാരൻ്റെ ഗൺമാനാക്കാന്ന് പറഞ്ഞ, അതും കണ്ണൂര് പോലൊരു സ്ഥലത്ത്. നിന്നെ കൊണ്ട് പറ്റൂലളിയാ. നീ തന്നെ ആ നെറ്റ് എടുത്ത് നോക്ക്, അയാൾ ആരാണ്. ഒരു കാലത്ത് കണ്ണൂര് അയാളായിരുന്നു ദൈവന്റെ പാർട്ടിയുടെ അവസാന വാക്ക്. കൊല്ലാനും കൊല്ലിക്കാനും ഒരു മടിയില്ലാത്ത ആളാ. ഒടുവി പാർട്ടിക്ക് മുകളിൽ വരുന്ന നായപ്പം പാർട്ടി തന്നെ ഒതുക്കി. കണ്ണൂർ ഇയാൾ ജില്ലാ സെക്രട്ടറി ആയിരുന്ന കാലത്തെ അവിടെ ഇയാൾ ചെയ്തു കൂട്ടിയ കാര്യങ്ങൾ കേട്ടാൽ തന്നെ പേടിച്ച് മരിക്കും. എത്ര തവണ സംഖ്യകൾ നോക്കിയാണെന്നറിയോ ഇയാളെ കൊല്ലാൻ? ഒരിക്കൽ സ്വന്തം ഭാര്യയുടെ മുന്നിലിട്ട് വെട്ടിക്കൂട്ടിയത്, എന്നിട്ടും തിരിച്ചു വന്നു. എൻ്റെ ചന്ദ്ര, പുള്ളിയെക്കുറിച്ച് ഈ പറയുന്ന കുറ്റമെല്ലാം വെറും കഥകളാണ്. അതുമാത്രമല്ല, പുള്ളി ഇപ്പോൾ ഒതുങ്ങി നിൽക്കുക. സംസ്ഥാന കമ്മിറ്റിയിലൊക്കെ ഉണ്ടെന്നേ ഉള്ളൂ. പിന്നെ ഇവൻ പറയുന്ന പോലെ കണ്ണൂർ ഇപ്പോൾ പഴയ പ്രശ്നങ്ങളൊന്നുമില്ല. അതുകൊണ്ടായിരിക്കും പാർട്ടി നിന്നെ അയച്ചത്. നീ ടെൻഷൻ അടിക്കാതിരിക്കുക, എല്ലാം ശരിയാവും. നീ പിന്നെ ന്യായീകരിക്കത്തല്ലേ ഉള്ളൂ. ഡാ, ഞാൻ പറയാനുള്ളത് പറഞ്ഞു. അളിയ നദീറെ, നീ വിചാരിച്ചാലേ എന്തെങ്കിലും നടക്കും. എന്തെങ്കിലും ചെയ്. കുറച്ച് സെന്റിമെന്റ്സ് വർക്കൗട്ട് ചെയ്. ഒന്ന് ഊരിക്കൊടുക്ക. അമ്മയും പെങ്ങളും മാത്രമേ ഇപ്പൊ വീട്ടിലുള്ളൂ? അതെ. അവരെ ഒറ്റയ്ക്കാക്കുന്നത് ബുദ്ധിമുട്ടാണ്, പ്രശ്നമാണ്.
നീ സഖാവ് അഭിജിത്ത് എന്ന് കേട്ടിട്ടുണ്ടോ? മഹാരാജാസ് കോളേജിൽ ഇസ്ലാമിക തീവ്രവാദികളുടെ വെട്ടുകൊണ്ട് മരിക്കുമ്പോൾ സഖാവിന് 20 വയസ്സാ പ്രായം അല്ലേ? അങ്ങനെ എത്രയോ ചെറുപ്പക്കാർ തിരിച്ചൊന്നും പ്രതീക്ഷിക്കാതെ ഈ പ്രസ്ഥാനത്തിന് വേണ്ടി ജീവൻ കളയുന്നു. അപ്പോഴാണ് പാർട്ടിയെ കൊണ്ട് ജീവിതത്തിൽ ഗുണമുണ്ടാക്കിയ നിന്നെ പോലുള്ളവർ ഒഴിവ് പറഞ്ഞ് കളിക്കുന്നത്. അത് മോശമല്ലേ അയ്യപ്പദാസേ? ഈ കത്ത് പാനൂരെത്തിയാൽ സഖാവ് കുഞ്ഞനന്ദൻ മാഷിനെ ഏൽപ്പിക്കണം. തലശ്ശേരി സ്റ്റേഷനിൽ നിന്നെ കൂട്ടാൻ ആള് വരും. പിന്നെ നിന്റെ എല്ലാ കാര്യങ്ങളും അവര് നോക്കിക്കോളും. എന്ന് വെച്ചാൽ പോകണമെന്ന് പാർട്ടി പറഞ്ഞാൽ അതിനൊരർത്ഥമേയുള്ളൂ, പോവുക. ഈ ഒരു കാര്യത്തിന് സഖാവ് ഇവനെയും കൊണ്ട് ഇതുവരെ വരരുതായിരുന്നു. കൊടി പിടിക്കാൻ പറഞ്ഞാൽ പിടിക്കുക, ഓടാൻ പറഞ്ഞാൽ ഓടുക, ചാവാൻ പറഞ്ഞാൽ ചാവുക. അനുസരണാശീലം, അച്ചടക്കം ഒരു പാർട്ടി പ്രവർത്തനം അത്യാവശ്യം വേണ്ട ഒന്നാണ്. ഇല്ലേൽ അനുസരിപ്പിക്കേണ്ടി വരും. അത് വേണ്ടല്ലോ. എടുക്കൽ എന്നാ പിടിച്ചോ, പൊക്കോ. അളിയ ദാസേ, നിനക്കെന്നോടൊന്നും തോന്നരുത്. ഇതെൻ്റെ കയ്യിൽ നിൽക്കുന്ന കാര്യമല്ല, നിനക്കറിയാലോ. നീ വിട്ടോ, എനിക്ക് കുറച്ച് പരിപാടിയുണ്ട്. നിന്നെ ഞാൻ വിളിച്ചോളാം.